Let's move on to the word of God. റോമർ 12:3. Book of Romans chapter 12 verse 3. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. For I say, through the grace given to me, to everyone who is amongst you, not to think of himself more highly than he ought to think, but to think soberly as God has dealt to each one a measure of faith. നമുക്കറിയാം, ഈ ഭാഗം മേ ബി നമ്മൾ ചില ആൾക്കാർ കേട്ടിട്ടുണ്ട്, മേ ബി നമ്മളിത് പ്രസംഗത്തിൽ കൂടെ കേട്ടിട്ടുണ്ട്. We would have heard this portion sometime. എന്നാൽ ഞാൻ പറയുന്നൊരു കാര്യം, But I want to say one thing. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ വരും. Many times when we hear this verse, we have a wrong impression. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, Here Apostle Paul says, എനിക്ക് ലഭിച്ച കൃപയാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. let me tell you something from the grace that I received. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, Not thinking of himself more highly than he ought to think, ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. as how God has given a measure of faith. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദൈവം നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തിന്റെ ഒരു അളവ് തന്നിട്ടുണ്ട്. So we all would think that God has given us all a measure of faith. അപ്പൊ എൻ്റെ ഒരു നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പല ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ചു നോക്കി, പക്ഷെ നമ്മുടെ ഉള്ളിൽ നോർമൽ ഒരു ചിന്ത വരും, ദൈവം തന്ന അളവ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. So we might think that normally that the measure of faith for each one of us is different. പക്ഷെ ഈ ഭാഗം പറയുന്നത് അങ്ങനെയല്ല. But the portion does not say like that. ഈ ഭാഗത്തിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പറയുന്നു. രണ്ട്, the measure of faith നെ കുറിച്ച് പറയുന്നു. There's two things mentioned here. One is the grace of God, and second is the measure of faith. നിങ്ങളത് വായിച്ചറിയാം, according as God hath dealt to every man the measure of faith. അതായത് അവിടെ എഴുതിയിരിക്കുന്നത് the measure of faith എന്നാണ് ഇരിക്കുന്നത്. അവിടെ a measure of faith എന്നല്ല എഴുതിയിരിക്കുന്നത്. It is mentioned as the measure of faith, not a measure of faith. അതായത് നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വിശ്വാസം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന അളവ് സെയിം ആണ്. Which means the level of faith for every single one of us is the same. അത് a measure of faith അല്ല, വിശ്വാസത്തിന്റെ ഒരളവല്ല, അത് the measure of faith ആണ്. It is not a measure of faith, it is the measure of faith. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വിശ്വാസം തന്നിട്ടുണ്ട്. So we have the faith of God in us. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ദൈവം വിശ്വാസത്തിന്റെ അളവ് പങ്കിടുന്ന സമയം. ഇമാജിൻ ചെയ്യുക, Just imagine this, when God is giving his faith to us. നമുക്ക് ഒരു വലിയ സ്പൂൺ, ഞാൻ ഒരു വലിയ സ്പൂണിനകത്ത് വിശ്വാസം എടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുമെന്ന് വിചാരിക്കുക. Imagine God takes a big spoon and gives faith to each person. ഞാൻ ആദ്യം ഷോൺ ബ്രദറിന് ദൈവം കൊടുക്കുന്നു വിചാരിക്കുക, ഒരു സ്പൂണിനകത്ത് ഒരു വിശ്വാസം. I'm imagining first to brother Sean he's giving faith. പക്ഷെ അത് കഴിഞ്ഞ് വന്നത് മേ ബി നമ്മുടെ വിജേഷ് ബ്രദർ ആണ്. Maybe after that it's Vijesh brother who's next. ദൈവത്തിന് തോന്നി എന്നാൽ കുറച്ചും കൂടെ വലിയ സ്പൂണിനകത്ത് കൊടുത്തേക്കാം. God thinks, okay, I'll give him in a bigger spoon. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. That's not how it's mentioned here. എല്ലാവർക്കും കൊടുത്ത മെഷർ ഓഫ് ഫെയ്ത്ത് സെയിം ആണ്. The measure of faith for everyone is the same. നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ കൂടെ നടക്കുക തന്നെ ചെയ്യും. The work of God will happen through you. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന വിശ്വാസം നിങ്ങളുടെ അല്ല, ദൈവത്തിന്റെയാണ്. The reason being, the faith that you have is not yours, it belongs to God. ഞാൻ ഒരിക്കൽ ഇതേ നമ്മുടെ സഭയിൽ തന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഫെയ്ത്ത് ദൈവത്തിന്റെ വിശ്വാസമാണ്, അത് യേശുവിന്റെ വിശ്വാസമാണ് തന്നിരിക്കുന്നത്. The level of faith that we all have is the same faith that Jesus had. ഞാൻ അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. 2 പത്രോസ് 1:1. Let's read 2 Peter verse 1, chapter 1 verse 1. ആരെങ്കിലും ഒന്ന് ഒരാൾ വായിക്കാവോ? 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഈ നോക്കിയേ, പത്രോസ് അവിടെ എഴുതിയിരിക്കുവാണ്, യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. So here Peter says, to those who obtained like precious faith with us by the righteousness of God our Savior. വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് ലൈക്ക് പ്രഷ്യസ് ഫെയ്ത്ത്, അത് സെയിം ആണ്. It's like precious faith, it's same.
അതായത് പത്രോസിന്റെ നമുക്കറിയാം പത്രോസിന്റെ ഒത്തിരി മിറക്കിൾസ് പത്രോസിൽ സംഭവിച്ചിട്ടുണ്ട്. We know that many miracles took place through Peter. പത്രോസ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. Peter raised people from death. അങ്ങനെ അതേ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത പത്രോസ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And the same Peter says that the same faith that we have I hand over to you. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, when this enters into your life, what is going to happen is, ഇന്ന് ദൈവം എന്നോട് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, an important thing which God spoke to me was, ഇന്ന് നിങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ആക്റ്റീവ് ആവും. spiritual gifts are going to be activated amongst you. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളത് വിശ്വാസത്തോടെ ഇരിക്കുക, അത് റിസീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. Be of faith to receive it. ഞാൻ അതിലോട്ട് കയറാൻ വേണ്ടി പോകണം. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ വിശ്വാസം, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. So the first step for that is that we shall have the same faith that Jesus had. രണ്ടാമത് പറഞ്ഞ കാര്യം, Second thing, എനിക്ക് ലഭിച്ച കൃപയാലാണ് ഞാൻ ഇത് പറയുന്നത്. I am addressing you by the grace that I have received. അപ്പൊ നമുക്ക് ചിന്തിക്കാം, പൗലോസ് അപ്പോസ്തലനാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനെ പോലെ റെവലേഷൻ കിട്ടിയ വ്യക്തി വേറെ ആരും കാണത്തില്ല. There is no one like Apostle Paul who has received the revelation of God. പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, And Apostle Paul എനിക്ക് says, ലഭിച്ച കൃപയാലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. I am telling this by the grace that I received. അപ്പൊ നമ്മൾ വിചാരിക്കും, So we might think പൗലോസ് അപ്പോസ്തലന്റെ മേൽ വലിയ കൃപയുണ്ട്, that there was a great grace upon Paul. ഞങ്ങൾ ഒമാനിൽ താമസിക്കുന്ന, ഞങ്ങൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞങ്ങളുടെ അത്രയും കൃപയുണ്ടോ? But we who are living in Oman, we have small faith. Do we have so much grace? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, But the word of God says നമ്മളുടെ മേൽ ദൈവത്തിന്റെ കൃപ തന്നിരിക്കുന്നു. that the grace of God is upon us. യോഹന്നാൻ 1:16 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, John 1:16 says, അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. by his fullness we have all received grace for grace. അതായത് നമ്മുടെ മേൽ കൃപ നൽകപ്പെട്ടിരിക്കുന്നു. That means we have grace. ആ കൃപ സാധാരണ കൃപയല്ല, It's not normal grace. അവന്റെ നിറവിൽ നിന്നും. It is in his fullness that we have got. അത് ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ നിറവല്ല, ഏതെങ്കിലും ഒരു പ്രോഫറ്റിന്റെ നിറവല്ല, യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്നും നിങ്ങളുടെ മേൽ കൃപമേൽ കൃപ പകർന്നിരിക്കുന്നു. It is not the fullness of a pastor or someone important like that, but it's from the grace of Jesus that he received not only grace but grace upon grace. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ To live a successful Christian life, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഒന്ന് ഫെയ്ത്ത്, രണ്ട് കൃപ. two things is very important. One is faith and second is grace. ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ കൃപാവരങ്ങളുണ്ട്. Let me tell you, every one of us hold the gifts of the Spirit. പക്ഷെ എല്ലാവരും അത് കാണുന്നില്ല. But not every one of us see it. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ റെവലേഷനെ പിടിച്ചാൽ, But if you hold on to this revelation tonight, ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാം, നിങ്ങളുടെ മേൽ ഓൾറെഡി ഉള്ള കൃപാവരം ജ്വലിക്കും. the faith or the gift in you shall be flared up, shall be lightened up. കാരണം Because നമ്മൾ കർത്താവിനെ ആദ്യം വിശ്വസിച്ചത്, we first believed Jesus. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച സംഭവിച്ച കാര്യം, When we accepted Jesus as a personal savior, what happened is, ഈ കൃപയും ഈ വിശ്വാസവും രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. grace and faith worked together. നമുക്കറിയാം എഫേസ്യർ 2:8. The book of Ephesians 2 verse 8. അവിടെ എഴുതിയിരിക്കുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. For it's by faith that we have been saved, by grace that we have been saved. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. And not by yourself, but the gift of God. നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മിറക്കിൾ, The biggest miracle in our life എനിക്ക് ലഭിച്ച സാൽവേഷൻ ആണ്. is my salvation. ഞാൻ പോയൊരു വ്യക്തിയെ, മരിച്ച ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നതിനേക്കാളും വലിയ മിറക്കിളാണ് എനിക്ക് ലഭിച്ച സാൽവേഷൻ. More than me raising a dead person, the biggest miracle is that I got salvation from sin. അത് സംഭവിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൃപ പകരപ്പെട്ടു, രണ്ട് ദൈവത്തിന്റെ വിശ്വാസം നിങ്ങളുടെ മേൽ പകരപ്പെട്ടു. And for that to happen, two things stood together. One is faith and second is grace. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. Such a difficult thing happened so easily. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ലഭിക്കത്തില്ലേ? If so, why not the rest of it? ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു റെവലേഷൻ ആൾക്കാരുടെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. And I believe this revelation is entering into your hearts. നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലേലും സഭയുടെ ലെവൽ മാറും. Believe it or not, the level of the church is going to change soon. സഭയുടെ ലെവൽ ഒരിക്കലും ദൈവദാസന്മാർ വഴിയല്ല, സഭയിലെ ജനങ്ങൾ വഴിയാണ് മാറുന്നത്. The situation of the church is not dependent on the pastors, but depends on the people.
നമുക്കറിയാം നമ്മുടെ പാസ്റ്റർ ഇപ്പം തായ്ലൻഡിൽ എനിക്ക് തോന്നിക്കുന്നത് ഈ സമയത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാൻ തോന്നിക്കുന്നു. Our pastor right now, he's ministering right now in Thailand right now. നിങ്ങൾ വിശ്വസിക്കുക, We believe നമുക്ക് വെളി രാജ്യങ്ങളിൽ സഭ വരാൻ വേണ്ടി പോവാം. we're going to have new churches in foreign nations. അതിനുള്ളൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടായിരിക്കും പാസ്റ്റർ ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. And the pastor's laying a foundation for that and coming back here. അത് പാസ്റ്ററുടെ കൃപയല്ല, That's not the grace of the pastor. ദൈവത്തിന്റെ പദ്ധതിയാണ്. It's the plan of God. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള So സമയമായി. when that happens, the plan and purpose for each person is beginning to manifest as this happens. കാരണം നമുക്കറിയാം സഭയ്ക്ക് ഒരു സ്ഥലം വരും. Because we know for sure that the church is going to receive a land. അതിന്റെ ആദ്യത്തെ സൈൻ ഓൾറെഡി സംഭവിച്ചു. And the first sign has already happened for it. വരും ദിവസങ്ങൾ നിങ്ങൾ അതിന്റെ ടെസ്റ്റിമണി കേൾക്കും. And you'll hear the testimony of that in the coming days. കാരണം ഓൾറെഡി സംഭവിച്ച കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, സംഭവിച്ചു കഴിഞ്ഞ് കേട്ട കാര്യമാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുക. It's already happened. We're going to hear that. സോ ഞാൻ പറഞ്ഞ കാര്യം, ദൈവം പറയാം നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. Not thinking highly of himself. എന്റെ മേൽ ഈ ദൈവത്തിന്റെ ഈ കൃപ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഞാൻ ആ വ്യക്തിയെക്കാളും വലിയവനാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. When the grace of God is in me, I can never think of someone else and say I am more higher than him. You cannot say that. ഞാൻ ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ നോക്കി ആ ബ്രദറിനെ നോക്കി എന്തിനു കൊള്ളാം എന്നൊക്കെ ഞാൻ ചിന്തിക്കുവാണെങ്കിൽ ഏറ്റവും വലിയ മണ്ടതരായിരിക്കും. If you are thinking that I am someone great and look at that brother, he is very poor and weak, that's the biggest foolishness you can think of. ദൈവം പറയുന്ന കാര്യം, നിന്റെ മേൽ വെച്ച അതേ വിശ്വാസം അതേ കൃപ ആ ബ്രദറിന്റെ മേലുണ്ട്. The word of God says the same faith in you is there in that same brother. സത്യം ഈ ഒരു കാര്യം ദൈവം പറയുന്ന അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. You can understand this further in the coming verses. റോമാലേഖനം അതിന്റെ അടുത്ത വാക്യങ്ങൾ, The next verses of book of Romans. അവിടെ എഴുതിയിട്ടുണ്ട്. It's mentioned there. റോമാലേഖനം 12:4 ഒന്ന് വായിക്കാവോ? 12:4. Chapter 12 verse 4. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. മതി. ഫസ്റ്റ് കാര്യം, ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. First thing is that we are many members in one body. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, My question is, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന നമ്മൾ ആ ശരീരത്തിലെ പല അവയവങ്ങളുണ്ട്, ആ അവയവങ്ങൾക്കും പല ഫങ്ഷൻസും ഉണ്ട്. we know that our body has many organs and they have many different functions. ഞാൻ പറയുവാണ്, നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം നമ്മൾ പറയും ഇത് അത്ര കൊള്ളത്തില്ല, അത് പോട്ടെന്ന് നമ്മൾ പറയുമോ? Will we say, oh, this organ is not that useful, not that great, let's throw it away? നമ്മുടെ ഒരു വിരലിന് ചെറിയൊരു വേദന വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകും. You know, if we have a small pain in one of our fingers, we feel so much discomfort. ചെറിയൊരു മൂക്കടപ്പുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. A small nose block is enough to lose your sleep. അങ്ങനെയാണെങ്കിൽ എല്ലാ അവയവത്തിനും ഇമ്പോർട്ടൻസ്. If so, every organ is important. ഞാൻ പറയല്ല തലയാണ് ഇമ്പോർട്ടൻസ്, ഞാൻ പറയത്തില്ല എല്ലാ അവയവത്തിനും ഇമ്പോർട്ടൻസ്. I would say head is most important. No, every organ is equally important. അപ്പൊ ദൈവം പറയുവാണ്, So God says, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. you are the body of Christ. അങ്ങനെയാണെങ്കിൽ If so, ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. so we are many members in one body. ഇങ്ങനെ പറയുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇതാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. The next thing is going to manifest over here. 12:6 Verse 6. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട്, ഒന്ന് വായിക്കാവോ? ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ഇവിടെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എഴുതിയിരിക്കുന്ന കാര്യം, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളത് കൊണ്ട്. Having then gifts differing according to the grace. നിങ്ങൾ അത് വ്യക്തമായിട്ട് വായിച്ചോ? നിങ്ങളുടെ മേൽ കൃപ പകർന്നിരിക്കുന്നു. You have grace. ആ കൃപയ്ക്കനുസരിച്ച് ഒരു വരം ഓൾറെഡി ഉണ്ട്. And there is a gift for that grace over you. അപ്പൊ ചില ആൾക്കാർ പറയാം, നിങ്ങൾ ഒരു 40 ദിവസം ഉപവസിച്ച് കഴിയുന്ന സമയത്ത് ദൈവം വരം തരും. So some might say you fast 40 days and God will give you a gift. മണ്ടത്തരാണ്. Foolishness. ഇത് കൃപാവരമാണ്. It is a gift. കൃപ എന്ന് പറയുന്ന കൃപയ്ക്കകത്ത് വർക്കില്ല.
So in grace, there is no work, there's no action. കൃപയ്ക്കകത്ത് ഉപവാസം എടുത്ത് ദൈവത്തെ പ്രസാദിച്ചിട്ട് കിട്ടുന്ന കാര്യമല്ല. So grace is not what you receive through fasting. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ഉള്ളിൽ ഒരു വിത്തിട്ടിട്ടുണ്ട്. The moment I got saved, the grace of God has been put inside me. നിങ്ങളുടെ ഉള്ളിൽ വരം ഓൾറെഡി ഇരിക്കുന്നു. And so the gift of grace is already in you. ഇത് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? Can you believe that? ഞാൻ വിശ്വസിക്കുന്നു. I believe this. കാര്യം എൻ്റെ ജീവിതത്തിൽ ആരും വന്ന് എൻ്റെ തലയെ കൈവച്ചിട്ട് പ്രവചിക്കാൻ പറഞ്ഞിട്ടില്ല. Because no one came to me and laid their hands on me and told I'll prophesy. പറഞ്ഞവരെല്ലാം നെഗറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. Those who told me things, they told negative things. ഭയങ്കരമായിട്ട് കുരുക്കാണ്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. There's trouble here, there's trouble here. They always keep negative things. ദൈവത്തിന്റെ വചനം വായിച്ച് മനസ്സിലായി ഇതെങ്ങനെയൊന്നും അല്ല, ഇതാണ് സത്യം. When I read the word of God, I understood that's not the truth, this is the truth. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. As I speak this, the Holy Spirit is moving here. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ മൂവ്മെന്റ് ഞാൻ നന്ദി പറയുന്നു. Lord, I thank you for your movement. ലസ്സിഖോ റഥിരിയോ ലസ്സഖോ റഹന്തന റസ്സിഖോ ലഖോ റഥിനിയ സമഹോ റഹശിഖാരിയ. നിങ്ങളുടെ മേലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ പ്രസംഗം അത് നടന്നോളും. പക്ഷെ നിങ്ങൾ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. We will be preaching, but as the Spirit of God moves, receive what is meant for you. നിങ്ങൾക്ക് അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയടിച്ച് ഏറ്റെടുക്കാം, എങ്ങനെയാണെങ്കിലും. You can say amen and receive. You can clap your hands and receive however you want. You can receive the word of God. കാരണം ഞാൻ വചനം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോകത്തേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കാനോ കൈയടിപ്പിക്കാനൊന്നും വരത്തില്ല. പക്ഷെ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുക. As I preach, I will continue preaching. I won't force you to clap your hands, but as I preach, you will see this working. ഇങ്ങനെ നോക്കിയോണേ, ഈ വരത്തെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം, The first thing about this gift, it's mentioned here. പ്രവചനമെങ്കിൽ, If prophecy, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. let us prophesy in proportion to our faith. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. Or ministry, let us use it to our ministry. എന്റെ ക്വസ്റ്റ്യൻ, My question is, പ്രവചിക്കുമ്പോൾ മാത്രമാണ് വിശ്വാസം വേണ്ടേ? do you need faith only when you prophesy? പ്രവചനത്തിന് വിശ്വാസം വേണം. പ്രവചിക്കുന്ന സമയത്ത് ഒരു വിശ്വാസത്തിന്റെ വേറൊരു തലമാണ് വെളിപ്പെടുന്നത്. When you are prophesying, there is faith. That's a different realm of faith. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം, സകല ഗിഫ്റ്റുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃപയാലും വിശ്വാസത്താലുമാണ്. But God says every gift is operated through grace and through faith. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പരിശുദ്ധാത്മാവ് എഴുതിയ സമയത്ത്, So when the Holy Spirit wrote this chapter, കർത്താവ് നമുക്ക് കാണിച്ചു തരുവാണേ, the Lord is showing us, ഈ കൃപയും വിശ്വാസവും ഓൾറെഡി നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. and this grace and faith has already been put upon you. ഇതിനകത്ത് ഞാൻ 3 കാര്യം ഞാൻ ജസ്റ്റ് വചനത്തിൽ നിന്ന് പറയുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഇതിനകത്ത് ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. 3 things I want to speak and then pray for you. ഫസ്റ്റ് ഇവിടെ പറയുന്ന കാര്യം പ്രവചനത്തെ കുറിച്ച്. The first thing is about prophecy. നമുക്കൊരു വാക്യം വായിക്കാം. Let's read a verse. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കൃപാവരങ്ങൾ പറയുന്ന സമയത്ത് ഈ എല്ലാ കൃപാവരങ്ങളും ആക്ച്വലി യേശുവിന്റെ തന്നെ മറ്റൊരു ക്യാരക്ടറാണ്. You know, every gift of grace is a character of Jesus. യേശു സൗഖ്യമാക്കി, healed. കൃപാവരം, The healing gift. യേശു അപ്പത്തെ മൾട്ടിപ്ലൈ ചെയ്തു. He multiplied the bread. ശുശ്രൂഷയുടെ കൃപാവരം. It's a gift of ഞാൻ പറയുന്ന ministry. കാര്യം, എല്ലാം ദൈവത്തിന്റെ ക്യാരക്ടറാണ്. Each one of them is a character of God. നമ്മൾ പല അവയവങ്ങളാണ്, ഓരോ അവയവത്തിലും കൂടെ നമ്മൾ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. And we are many members of one body, and we have to declare this Jesus through each of our parts. Maybe നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വരം മാത്രമേ ഉള്ളൂ. Maybe you have just one gift. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞ കാര്യം, നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യുവാണെങ്കിൽ, But Jesus said, if you can use it. ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ വിചാരകനാക്കും. What God says, if you are faithful in few, you shall be entrusted with many. നമ്മൾ താലന്തിന്റെ ഉപമ വായിച്ചിട്ടുണ്ട്. We know the parable of the talents. താലന്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വർദ്ധിക്കും. Talent, it increases. താലന്ത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ വർധനവ് സംഭവിച്ചിരിക്കും. If there is talent in your hands, there is bound to be increase. ആരെങ്കിലും പറയുക, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോഴും ഞാൻ അന്യഭാഷ മാത്രം പ്രാർത്ഥിക്കും, എനിക്ക് വേറൊന്നുമില്ല. Is there anyone who says, you know, I've come to faith for since a long time, even now I just pray in tongues, nothing else? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ടെങ്കിൽ, if you have the grace to pray, ഇത് ഇരട്ടിച്ചു വരും.
it shall increase. ഞാൻ പറയാം, ആദ്യത്തെ ആ വരത്തിലോട്ട് നമുക്ക് പോകും. അത് പ്രവചനമാണ്. The first gift is prophecy. പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. Let's read one verse for this. 2 രാജാക്കന്മാർ 6:24-25. 2 Kings chapter 6 verse 24 and 25. ഒന്ന് വായിക്കാവോ ആരെങ്കിലും? അതിന്റെ ശേഷം അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമര്യയെ വളഞ്ഞു. അവർ ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഇവിടെ ഒരു പ്രത്യേക സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുക. We see a situation over here. ആ രാജ്യത്ത് ഒരു ക്ഷാമം വന്നിരിക്കുക. There is a famine in this land. കാര്യം ഒരു രാജാവ് വന്ന് അവിടെ പാളയടിച്ചിരിക്കുക. But there is a king who has brought his army here. ആ ക്ഷാമത്തിന്റെ ഏറ്റവും വലിയ കാഠിന്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. And we see the depth of this famine here. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ്, 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശ് വരെ വില കയറി. A donkey's head was sold for 80 shekels of silver, and 1/4 of a cab of dove droppings for 5 shekels of അതായത് silver. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വരെ ഹൈ ആയിട്ട് വില കയറി. Which means even the least expensive item was very expensive. അപ്പൊ അവിടെ അത്രയും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് In such a situation here, പ്രവാചകൻ സംസാരിക്കുന്ന നേരെ ഡിഫറെന്റ് ആയിട്ടാണ്. what the prophet declares is something different. 2 രാജാക്കന്മാർ 7:1. 2 Kings 7 verse 1. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, അവിടെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, Hear what the prophet says. നാളെ ഈ സമയത്ത്, Tomorrow this same time. അതായത് പ്രവചിക്കുന്ന സമയത്ത് നോർമലി സിറ്റുവേഷൻ എല്ലാം എന്താ പറയുന്നത്, നെഗറ്റീവാണ്, ഇംപോസിബിൾ ആണ്. As the prophecy comes, the situation seems impossible. പക്ഷെ പ്രവാചകൻ പ്രവചനവരമുള്ള വ്യക്തി. But the prophet who has the gift of prophecy, കാര്യം പഴയ നിയമത്തിൽ പ്രവാചകനുണ്ട്, പക്ഷെ പുതിയ നിയമത്തിലും പ്രവാചകനുണ്ട്. there is prophets in the Old Testament, but there is also prophets in the New Testament. പ്രവചനവരമുള്ള വ്യക്തി, പ്രവചിക്കുന്ന വ്യക്തി പറയുവാണ്, ഒരു ടൈം പറയുവാണ്, നാളെ ഈ സമയത്ത് ഇത് സംഭവിക്കും. And this prophet declares that time, that tomorrow at this time this will happen. അതായത് പ്രവചിക്കുന്നവനെങ്കിൽ വിശ്വാസത്താൽ പ്രവചിക്കണം. So those who prophesy shall prophesy in faith. എന്നിട്ട് പറയുവാണ്, ശമര്യയുടെ പടിവാതിക്കൽ ശെക്കലിന് 1 സെയ ഗോതമ്പുമാവും ശെക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. Tomorrow about this time a seah of fine flour shall be sold for a shekel, and 2 seahs of barley for a shekel. അതായത് അപ്പുറത്ത് ഭയങ്കരമായിട്ട് വില കൂടി കിടക്കുവാണ്, പക്ഷെ പ്രവാചകൻ പറഞ്ഞ കാര്യം ഏറ്റവും വില കുറയുന്ന കാര്യമാണ് പറയുന്നത്. We see in reality that it's very expensive for items, but here prophet declares something exactly opposite. അതായത് വില കയറി കിടക്കുവാണ്, പക്ഷെ പ്രവാചകൻ പറയുന്ന സമയത്ത് എല്ലാത്തിന്റെയും ഒരു അഭിവൃദ്ധി വരാൻ വേണ്ടി പോവാണ്, സകലത്തിന്റെയും വില കുറയും. So we see that the things are very expensive, but as the prophet prophesies, there's going to be a shift in things. ഇത് എന്റെ ജീവിതത്തിൽ പല സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. This has happened in my life many times. ഞാൻ ഒരു വ്യക്തി, നമുക്ക് അതിന്റെ ടെസ്റ്റിമണി ഉടനെ ഇവിടെ വരും. ഒരു വ്യക്തിയുടെ കാറിൽ കയറി. I entered one person's car. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒമാനിൽ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോവാ. So I told the person, you're going to buy land in Oman. നോക്കിയേ, ഇംപോസിബിൾ ആണ്. It is impossible. നോർമലി ഒരു സ്ഥലം മേടിക്കുന്ന പറഞ്ഞാൽ ഇംപോസിബിൾ ആണ്, നമുക്കറിയാം. You know it's impossible to buy land in പക്ഷെ Oman. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ സമയത്ത്, But the specific time when the Spirit of God said, അതിന്റെ വാതിൽ അവിടെ ഓപ്പൺ ആയി. the door opened. കുറച്ച് സമയത്തിന് ശേഷം After some time, ഒരു ന്യൂസ് കേട്ടു, സ്ഥലം മേടിച്ചു. after some time he heard the news, he bought land. കാരണം ഞാൻ പറഞ്ഞ കാര്യം, ഇത് ദൈവത്തിന്റെ ആത്മാവിൽ പറയുമ്പോൾ ഒരു ഡോർ അവിടെ ഓപ്പൺ ആവും. So when it's declared in the Spirit of God, a door is opened. 2 ടൈപ്പ് വ്യക്തികളുണ്ട്. There's 2 types of people. ചില വ്യക്തികൾ ആ ഡോറിൽ കൂടെ കയറും. Some enter through the door. കാര്യം പ്രവചിക്കുന്ന സമയത്ത് സ്പിരിച്വൽ തലത്തിൽ ഡോർ ഓപ്പൺ ആവും. Because in the time of prophecy, spiritual door is open. നിങ്ങളത് വിശ്വാസത്തിലൂടെ കയറുവാണെങ്കിൽ നിങ്ങളത് കാണും. If you enter by faith, you shall see it. എന്നാൽ നമ്മൾ 7:2 ഇങ്ങനെ വായിക്കുന്നുണ്ട്. But in chapter 7 verse 2 it says, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദേവപുരുഷനോട്, യഹോവ ആകാശത്തിന്റെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. So an officer whose hand the king leaned answered the man of God and said, look, if the Lord would make windows in heaven open, would this thing be? അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ തിന്നുകയില്ല എന്ന് പറഞ്ഞു. And he said, in fact, you shall see it with your eyes, but you shall not eat of നോക്കിയേ, it.
നമ്മൾ പല പ്രാവശ്യം പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത്. We've heard this many times. ഞാൻ പറയാൻ പോകുന്ന കാര്യം, രാജാവിന്റെ അകമ്പടി നായകന് ഏലീശയെ കുറിച്ച് നന്നായിട്ട് അറിയാം. Elisha knew exactly about this man who was leaning on the king. No. രാജാവിന്റെ അകമ്പടി നായകന് ഏലീശയെ കുറിച്ച് നന്നായിട്ട് അറിയാം. Also, this man knew, this person who declared this negative news knew exactly who Elisha was. കാരണം ഏലീശ ചെയ്ത കാര്യങ്ങൾ ആ രാജ്യത്ത് പ്രശസ്തമാണ്. Because everyone knew what was happening through Elisha. നമ്മളിപ്പോ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സുവിശേഷകനെ പോലെ 2-3 പോസ്റ്ററിനകത്ത് പേരുള്ള ആളല്ല, ചെയ്യുന്നതെല്ലാം ഭയങ്കര വീര്യപ്രവൃത്തികളാണ്. He's not a normal person. Whatever he does is amazing and mighty. അതുകൊണ്ട് രാജ്യവും അറിയും, രാജാവും അറിയും. So the king knew and the nation knew of this person. പക്ഷെ ഇത്രയും വലിയ മാനിഫെസ്റ്റേഷൻ കണ്ട ആളും പറയുവാണ് ഇത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. But even though he knew so many things, he saw so many things, the officer says this will not അപ്പൊ happen. സംഭവിച്ച കാര്യം, So what happened? ആ വ്യക്തിക്ക് വേണ്ടി മാത്രം വാതിലടഞ്ഞു. For that person alone, the door closed. ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി വാതിൽ തുറന്നു. And for everyone else, the door opened. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം, Spirit of God says, ഇന്ന് ഈ വചനം ഞാൻ പറയുന്ന സമയത്ത് as I declare this word today, ചില വ്യക്തികളുടെ മേൽ ഓൾറെഡി പ്രോഫറ്റിക് ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. for some of you, the prophetic gift is already open. നിങ്ങൾക്കത് വിശ്വാസത്താൽ പറയാൻ പറ്റുമെങ്കിൽ, If you can by faith declare it, നിങ്ങളത് കാണാൻ വേണ്ടി പോവാണ്. you're going to see that നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. God is going to use you mightily. ദൈവത്തിന്റെ ഒരു മൂർച്ചയേറിയ ആയുധമാക്കി നിങ്ങളെ ദൈവം മാറ്റി. You shall be made a sharp sword of God. ഞാൻ പറഞ്ഞു, ഇതൊരു ഇമ്പോസിബിൾ തിങ് അല്ല. It's not impossible. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വിശ്വാസത്തെ റിലീസ് ചെയ്തിരിക്കുന്നു. I'm going to release the faith of God over you. പഴയ നിയമത്തിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. In the Old Testament it is difficult. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വിശ്വാസം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. But in the New Testament we have the faith of God. ദൈവത്തിന്റെ കൃപയുടെ മേൽ കൃപ നിങ്ങളുടെ മേൽ തന്നു. And we have grace upon grace of God. ഈ രണ്ടാമത്തെ റോമാലേഖനത്തിലൂടെ നമുക്ക് ഒന്നുകൂടെ പോകാം. Let's again go to book of Romans. അവിടെ വരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് രണ്ടാമത് പറയുന്ന കാര്യം, The second thing about gifts is 12:7 chapter 12 verse 7. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. If ministering, let it use in our ministry. ഇവിടെ ആക്ച്വലി മിനിസ്ട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സർവീസിനെ കാണിക്കുന്നത്. Here this ministry is mentioning a service. കാരണം ഞാൻ ഒത്തിരി അതിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്, പക്ഷെ നിങ്ങൾ വിചാരിക്കുക അത് സർവീസിനെയാണ് കാണിക്കുന്നത്. It shows service. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് മിനിസ്ട്രി ഗിഫ്റ്റ് ആണ്, അപ്പൊ ഞാൻ എങ്ങനെ ഇതിനകത്ത് ഷൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി So പറ്റും. you might think I have a gift of ministering. How can I shine forth? ദൈവം എന്നോട് പറഞ്ഞ കാര്യം, What God told me, എന്ത് വരമാണെങ്കിലും അതിൽ കൂടെ ശക്തി മാനിഫെസ്റ്റ് ചെയ്യും. whichever gift you have, the power of God shall manifest. ഞാൻ അത് അതിന്റെ ഒരു തെളിവും കൂടെ പറയാം. മത്തായി 14:15. A proof of that is Matthew 14 verse 15. 14:15 16 വായിക്കാവോ ആരെങ്കിലും? വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. നോക്കി, ഇത് നമ്മൾ പല ആൾക്കാരും പല സമയത്ത് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. Even this we've heard many people speak many times. നോക്കിക്കോണേ, ഇവിടെ ശിഷ്യന്മാര് കാണുവാണ് ഈ ജനങ്ങള് വിശന്നിരിക്കുവാണ്, അവർക്ക് ആഹാരത്തിന്റെ ആവശ്യമുണ്ട്. He will see the disciples are seeing that the people need food. എന്നിട്ട് ശിഷ്യന്മാര് പറയുവാണ്, ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത്, ഈ സ്ഥലം മരുഭൂമിയല്ല, നേരം വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. Let's send these people away because the hour is already late. They may go to the villages and buy themselves food. അതായത് ശിഷ്യന്മാർക്ക് അവരെ സഹായിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. So the disciples wanted to help the people. നമ്മുടെ ഉള്ളിൽ ചില ഗിഫ്റ്റുകളുണ്ട്. We have some gifts in our life. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ അറിയാത്ത ചില ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. And the manifestation is that we would have some desires without us realizing it. ചിലരെ നോക്കിയാൽ മതി, അവര് ആൾക്കാരെ സഹായിക്കും. You see, some people, they love to help people. ഈ സഭയിൽ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വ്യക്തി എന്നോട് പറഞ്ഞ കാര്യമാണ്. But one person, another person told me, പല സമയത്ത് അവർ വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള സമയത്ത് ഈ വ്യക്തി അവരെ സഹായിച്ചു. many times in time of need, this person has helped them. അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, എവിടെയൊക്കെ ആവശ്യമുണ്ട് അവിടെയെല്ലാം പോയി സഹായിക്കും. I've seen this person, wherever there is need, he goes and helps. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, സാധാരണ ഒരു ശമ്പളമുള്ള ആളാണ്. He's a person with a normal salary. കാരണം ഈ മിനിസ്ട്രി ഗിഫ്റ്റ് അകത്ത് കിടക്കുക. Because there's a gift of the specific ministry in him. ഇവിടെ ശിഷ്യന്മാരുടെ ആഗ്രഹം ഈ ജനങ്ങളെ ഒന്ന് സഹായിക്കണം. So here the disciples want to help the people. പക്ഷേ അവരുടെ കയ്യിലാകെ ഉള്ളത്, but what they have in their hands 5 അപ്പവും 2 മീനും is 5 bread and so അപ്പോൾ 2 loaves of bread and 5 fish. യേശു എന്തെങ്കിലും ഇവര് പറഞ്ഞ പോലെ യേശു അവരെ പറഞ്ഞു വിട്ട് ആഹാരത്തിന് വിടുമെന്ന് അവർ വിചാരിച്ചത്. So they thought maybe Jesus will send them all off to the villages. പക്ഷേ യേശു അവരോട്, Jesus says, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. they do not need to go away, you give them something to eat. യേശു അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ
If Jesus would say this, അവരുടെ ഉള്ളിൽ അതിന്റെ കേപ്പബിലിറ്റി ഉണ്ട്. there is a capability in them to do അവരുടെ this. ഉള്ളിൽ ആ ഒരു ഗിഫ്റ്റ് കിടപ്പുണ്ട്. They have that gift. നോക്കിക്കോണേ, അതിനുശേഷം സംഭവിച്ച കാര്യം. So what happened after this? യേശു അവരോട് ചോദിച്ചത് എന്തുണ്ട്? അവർ പറഞ്ഞു 5 അപ്പവും 2 മീനും ഉണ്ട്. So they asked, he asked disciples, what is there? 5 loaves and 2 fish. യേശു അത് എടുത്ത് അത് പ്രാർത്ഥിച്ച ശേഷം He took the bread, he gave blessing, he blessed it. 14:19 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 19 says, പിന്നെ പുരുഷാരൻ പുല്ലിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. He blessed and broke and gave the loaves to the disciples, and the disciples gave to the multitudes. നോക്കിയേ, അപ്പം യേശു എടുത്ത് പ്രാർത്ഥിച്ച് വാഴ്ത്തിയ ശേഷം ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. ശിഷ്യന്മാര് കൊടുത്ത സമയത്ത് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. So Jesus blessed the loaf and fish, but when the disciples began to give it, it began to multiply. ഒരിടത്തും എഴുതിയിട്ടില്ല യേശു തന്നെ നടന്നു കൊടുത്തെന്ന് എഴുതിയിട്ടില്ല. It doesn't say that Jesus gave himself. ഇനിയും പറയാൻ പോകുന്ന റെവലേഷൻ നിങ്ങളുടെ ഉള്ളിൽ മിനിസ്ട്രി ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ, So if you have the gift of ministry in you, മേ ബി നിങ്ങൾക്ക് അത്ര സാമ്പത്തികമായിട്ടുള്ള കാര്യമില്ല, maybe you don't have so much of wealth, അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല, maybe you don't have capability for it, പക്ഷെ നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. but do you want to help people? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം, The Spirit of God says, നിങ്ങൾ കൊടുക്കും, you will give, നിങ്ങളുടെ പ്രൊവിഷൻ മൾട്ടിപ്ലൈ ചെയ്യും. and your provisions shall multiply. നിങ്ങളുടെ അക്കൗണ്ടിലൊന്നും കാണത്തില്ല, പക്ഷെ കൊടുക്കും തോറും ഇരട്ടിച്ചു വരും. You might not have anything in your account, but as you give, it shall multiply. ഇതൊരു ഗിഫ്റ്റാണ്. It's a gift. കാരണം ഒരിക്കലും എന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചോട്ടല്ല ഞാൻ മിനിസ്ട്രി ചെയ്യുന്നത്. Because I never minister with എന്റെ അക്കൗണ്ടിൽ നിന്നും 1 റിയാൽ അല്ലെങ്കിൽ എത്ര റിയാൽ കൊടുത്താലും അത് ഇരട്ടിച്ചു വരും. Whatever I give for the kingdom of God shall be increased. വിധവയുടെ മാവ്, വിധവയുടെ എണ്ണ ഒരിക്കലും, The oil in the widow's jar never went down. പരിശുദ്ധാത്മാ പറഞ്ഞ കാര്യം, ഈ ഒരു ഗിഫ്റ്റ് ദൈവം എന്നോട് സ്പെസിഫിക് ആയിട്ട് സംസാരിച്ച കാര്യം, ഈ ഗിഫ്റ്റ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. There are some who are going to operate this gift over here, അത് ചിലരുടെ ജീവിതത്തിൽ ഓൾറെഡി ദൈവം കൊടുത്തിരിക്കുക. and it's been given to some of you already. നിങ്ങൾ ഇത് പിടിച്ചോ, നിങ്ങൾ ഇത് Grab onto പിടിച്ചോ, it. നിങ്ങൾക്കൊരിക്കലും ഒന്നിനും കുറവ് വരത്തില്ല. You shall have no need. മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും. There shall be multiplication. നമുക്ക് അടുത്ത ഒരു മിനിസ്റ്റർ ഗിഫ്റ്റ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാൻ The ആഗ്രഹിക്കുന്നു. third thing, അവിടെ എഴുതിയിട്ടുണ്ട്, it says here, റോമാലേഖനം 12:6 അവിടെ എഴുതിയിട്ടുണ്ട്, verse 6. ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ മതി ഉപദേശത്തിൽ, മതി ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. അവിടെ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കുക. വെദർ ഓക്കെ, Next one. he that teacheth on teaching. He who teaches in teaching. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പല ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. I've seen many people who take Bible classes. നന്നായിട്ട് നല്ല മനോഹരമായിട്ട് അവർ തിയറിയൊക്കെ പറഞ്ഞ് പല ഭാഗമൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും. They take the Bible class very well structured. പക്ഷെ ഒരു പ്രയോജനമില്ല. But there's no use. പക്ഷെ ദൈവത്തിന്റെ ടീച്ചിങ് ഗിഫ്റ്റ് നിങ്ങൾ കൈകാര്യം ചെയ്യാതെ നിങ്ങളുടെ റലം വേറെ. But if you can use the gift of teaching in you, ഞാൻ അതും your കൂടി realms will change. ഞാൻ അതും കൂടി ഒന്ന് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Let me want to prove that again. മർക്കോസ് 1:21-22. Mark 1 verse 21-22. അവർ കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. ഇങ്ങനെ നോക്കണം, അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ he entered into the synagogue and taught. അത് ടീച്ചിങ് ആണ്. He taught people. എന്നിട്ട് പറയുവാണ്, അവൻ അധികാരമുള്ളവരായിട്ടാണ് അതുവരെ ഉപദേശിച്ചത്. And he taught as one having authority. നിങ്ങളുടെ ഉള്ളിൽ ടീച്ചിങ്, നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ റെഫറൻസ് എടുത്തിട്ട് ചുമ്മാ പറയുമല്ല. You won't take reference from here and there and just നിങ്ങൾ say. ടീച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും, ഇത് സാധാരണ ഇതിനകത്തൊരു അധികാരമുണ്ട്. As you teach, people say there is authority in what he says. കാരണം പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഉള്ളിൽ കിടക്കും. Because there's a gift of Holy Spirit in you. ഞാൻ പിന്നെ എന്നെ തന്നെ പറയുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, കാര്യം എനിക്ക് വേറെ എക്സാമ്പിൾ പറയാനില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടല്ല, എൻ്റെ കയ്യിൽ റെഫറൻസ് ബുക്കുകളില്ല. I don't have any reference books in my hand. പരിശുദ്ധാത്മാവിന്റെ റെവലേഷൻ വന്നപ്പോൾ കർത്താവ് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. The Holy Spirit began to teach me as I received his revelations. ഞാൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. So the Holy Spirit is a complete package. നിങ്ങൾക്ക് എന്ത് വേണമോ നിങ്ങളൊന്ന് വിശ്വസിച്ച കർത്താവ് പഠിപ്പിക്കും. What you need, if you have faith, he shall teach you. യേശു അങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, As he taught in this way, 1:23 verse 23. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്
നസ്രായനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. മതി. ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. As he's teaching here, ആ സമയത്ത് അശുദ്ധാത്മാവ് ഇളകി. there is an unclean spirit that comes out. നമുക്ക് പറയാം, മിനിസ്ട്രി ഗിഫ്റ്റ് ആണെങ്കിൽ ഭൂതത്തോട് പറയാം ഇറങ്ങി പോകാൻ നമുക്ക് പറയാം. With the time of ministry, if you have given ministry, you can declare that. ടീച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭൂതം ഇളകി. As he taught, the demon came out. അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണോ? Do you want a gift like that? ഇതാണ് ടീച്ചിങ് ഗിഫ്റ്റ്. That's a gift of teaching. ഞാൻ എല്ലാ ഗിഫ്റ്റിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ സമയമില്ല. പക്ഷേ പരിശുദ്ധാത്മാ പറയുവാണേ, അതാ പറഞ്ഞേ, അവയവങ്ങൾ പലതുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. So there are many members of a body and each has its own function. നിങ്ങൾ ഒരാളുടെ മോളിൽ കയറി പോകണം നിങ്ങൾ ചിന്തിക്കണ്ട. Don't think that you have to go above someone else. ഒരിക്കലും പാസ്റ്റർ ക്രിസ് എന്ത് ചെയ്യുന്നു, What does Pastor Chris do? പാസ്റ്റർ ബെന്നിഹിൻ എന്ത് What does ചെയ്യുന്നു, Pastor Benehin do? ചിന്തിക്കണ്ട. Don't think. യേശു നിങ്ങളെ ഏൽപ്പിച്ചത് ചെയ്യുക. What Jesus given you, do that. നിങ്ങൾ അതിൽ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളിൽ കൂടെ വലിയ മിനിസ്ട്രി. And if you are faithful in that, you shall do greater things. നിങ്ങൾക്ക് വിശ്വസിക്കാവോ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇതിൽ ചെയ്യാൻ വേണ്ടി പോവാം. Have faith that today the Holy Spirit is going to do that to you. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. Let's all rise up for a moment. We're going to pray. സിമോ റഹശിഖോ ലഥിനിയോ റഹന്തന സിബോ റഹസിഖോ റഹന്തന. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, As I pray, ഞാൻ നിങ്ങളെ മുമ്പോട്ട് വരാൻ വേണ്ടി ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. if you have the leading, you can come forward. ഇത് ഞാൻ ഒരിക്കലും നിർബന്ധിച്ച് പറയാം, എനിക്ക് അങ്ങനെ ആരും വരണമെന്ന് താല്പര്യമില്ല. I don't have any desire that you should come forward. പക്ഷെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. If you have the leading, you can come forward. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. Rothinia locosio, Rothia mohoriotinio, Locoriatinio shikirio riotinio, Oriotinio, Lorio shiaro dorio diarabo, Lorio robo. Let the weight of your glory, let the weight of your glory, Spirit of the soaring Lord, come and make your presence Lord. Na, 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 na. Spirit of the soaring Lord, come and make your presence Lord, reveal the glory of the living God. Let the weight of your glory cover us. Let the light of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory come. Let the weight of your glory, let the weight of your glory come. Spirit of the soaring God, come and make your presence Lord, reveal the glory of the living God. Spirit of the soaring Lord, come and make your presence known, reveal
ദൈവത്തിന്റെ ആത്മാവ് പറയാ, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റിനെ ദൈവം റിലീസ് ചെയ്യും. സ്വീറ്റ് സിസ്റ്റർ, ദൈവം പറയുക, ഞാൻ ഇന്ന് പറഞ്ഞത് കൊടുക്കും, പക്ഷേ ഗിഫ്റ്റിന്റെ ഇമ്പാർട്ടേഷൻ ഈ സമയത്ത് സംഭവിക്കുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ ഇപ്പോൾ ഫിൽ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. യേശുവിന്റെ ഈ ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ദൈവം ഒരു ഡോറിനെ ഓപ്പൺ ആക്കുക. ഫിനാൻഷ്യൽ മേഖലയിൽ വന്ന എല്ലാ കാര്യത്തെയും ദൈവം റീസ്റ്റോർ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ ഗിഫ്റ്റുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ മേൽ എന്ത് ഗിഫ്റ്റാണോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നത്, ഈ സമയത്ത് അതിന്റെ ആക്ടിവേഷൻ നടക്കുക. ഗോകുല സിസ്റ്റർ, God is telling you a gift of teaching is coming to you. A gift of teaching. A season is coming where you are teaching the truths about Christ to different people. In the name of Jesus, I release. കർത്താവേ, ഇപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ ടച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ ആ മിനിസ്ട്രി ഗിഫ്റ്റുകൾ ഇവരുടെ മേൽ ഓപ്പറേറ്റഡ് ആകട്ടെ. സകലതും അത് വർദ്ധിച്ചു വരട്ടെ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഇപ്പോൾ സദാശിവം ബ്രദറെ ദൈവം പറയുക, നിങ്ങളുടെ മേൽ ആ ഗിഫ്റ്റിനെ ദൈവം ഓപ്പറേറ്റ് ചെയ്യുക. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, കുറവ് സംഭവിക്കത്തില്ല. അത് മൾട്ടിപ്ലൈ ചെയ്തു വരും. ഡോക്ടർ മനുവിനോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ടീച്ചിങ് ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതേ സെയിം സമയത്ത് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ചില സീഡുകളെ സോ ചെയ്യാൻ വേണ്ടി പോകും. ഞാൻ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് വേണ്ടി പൊങ്ങി വരുന്ന കാണുക. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് കർത്താവേ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ അങ്ങയുടെ ആത്മാവ് പകർന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട്, അത് ചെയ്ത കൃപയ്ക്കായിട്ട് അങ്ങയുടെ വലിയ സ്ഥാനത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ്. ആമേൻ.